പുലർച്ചെ ഒരു 4:30 മണിക്ക് ശേഷം ഭയങ്കര ശബ്ദത്തോടു കൂടെ വീടൊന്നായിട്ട് തരിക്കണ പോലെ തോന്നി. ഇപ്പം എന്താ വെച്ചാൽ ഈ മഴ നമ്മൾ വിചാരിക്കണ പോലെയല്ല. മഴ ഇപ്പോൾ തുടർച്ചയായിട്ട് പെയ്തൊന്നുമല്ല, ഒരു ദിവസത്തെ മഴ കൊണ്ട് തന്നെ ഉണ്ടായ ദുരന്തം ഇപ്പം നമ്മൾ കാണുന്നത്. MTN ന്യൂസ് മലയാളം ടെലിവിഷൻ നെറ്റ്വർക്ക്. ഇന്ന് പുലർച്ചെയുണ്ടായ കനത്ത മഴയെ തുടർന്ന് കണ്ണമംഗലം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക മണ്ണിടിച്ചിൽ. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ചെങ്ങാനി, പാലംതൊടു, പെരണ്ടക്കൽ എന്നിവിടങ്ങളിലാണ് വീടുകളോട് ചേർന്ന് വ്യാപകമായ മണ്ണിടിഞ്ഞത്. പെരണ്ടക്കൽ ഗൾഫാർ റോഡിൽ ചുക്കൻ സമീറിന്റെ വീടിനോട് ചേർന്ന ഭാഗം ഇടിഞ്ഞുവീണ് കിടപ്പുമുറിയുടെയും ഡൈനിങ് ഹാളിന്റെയും ചുമരുകൾ പൂർണ്ണമായും തകർന്നു. പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം നടന്നത്. അപകട സമയത്ത് സമീറും ഭാര്യയും 4 മക്കളും മറ്റു മുറികളിലായിരുന്നതിനാൽ അത്ഭുതകരമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തകർന്ന കിടപ്പുമുറിയിൽ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന സമീറിന്റെ ഭാര്യ സഹോദരി സമീന അപകട സമയത്ത് സ്ഥലത്തില്ലായിരുന്നതും വൻ ദുരന്തം ഒഴിവാക്കി. പുലർച്ചെ ഒരു 4:30 മണിക്ക് ശേഷം ഭയങ്കര ശബ്ദത്തോടു കൂടെ വീടൊന്നായിട്ട് തരിക്കണ പോലെ തോന്നി. അപ്പോൾ എണീറ്റ് നോക്കിയപ്പോൾ എന്താ അവസ്ഥ എന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. പിന്നെ കുട്ടികളൊക്കെ പുറത്തിറക്കിയതിന് ശേഷം ഞാൻ നോക്കിയത്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഈ എക്സർ ഒന്നായിട്ട് പൊട്ടിയിട്ട് വീടൊന്നായിട്ട് പൊട്ടി വന്നത് കണ്ടത്. ഇല്ല, ആളുകൾക്ക് പരിക്കും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ വീട് മൊത്തത്തിൽ നശിച്ചു പോയി. അല്ലാതെ വേറെ ഒന്നും സംഭവിച്ചു, ആളപായം കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. മണ്ണിടിച്ചിലുണ്ടായ ദുരന്തബാധിത പ്രദേശങ്ങളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി നേരിട്ടെത്തി സന്ദർശനം നടത്തി. ഈ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ മൈനിങ് നടക്കുന്ന പഞ്ചായത്തുകളിൽപ്പെട്ട ഒരു പഞ്ചായത്താണിത്, കണ്ണമംഗലം പഞ്ചായത്ത്. അതിൻ്റെ ഒക്കെ കോൺസിക്വൻസ് ആണ് ഇങ്ങനെ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ അത് ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പം എന്താ വെച്ചാൽ ഈ മഴ നമ്മൾ വിചാരിക്കണ പോലെയല്ല. മഴ ഇപ്പോൾ തുടർച്ചയായിട്ട് പെയ്തൊന്നുമല്ല, ഒരു ദിവസത്തെ മഴ കൊണ്ട് തന്നെ ഉണ്ടായ ദുരന്തം ഇപ്പം നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ പഞ്ചായത്താണെങ്കിലും പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഒക്കെ തന്നെ ഈ മുന്നറിയിപ്പുകളൊക്കെ ആളുകൾ കൊടുക്കും. പക്ഷേ ദുർബലരായ മനുഷ്യരാണ്. അവർക്ക് 2 സെൻറ്റ് 3 സെൻറ്റൊക്കെ ഭൂമിക്ക് വേണ്ടിയിട്ട് അവർ കുറഞ്ഞ പിന്നെ വിലയിൽ കിട്ടുമ്പോൾ അവർ വാങ്ങുകയാണ്. റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ട്, പഞ്ചായത്തിൻ്റെ ആളുകൾ മുഴുവൻ, പ്രസിഡന്റ് അടക്കമുള്ള സെക്രട്ടറി ഒക്കെ അടക്കമുള്ള ആളുകൾ, റവന്യൂ ഓഫീസേഴ്സൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിയാവുന്ന ഒരു കാര്യം അടിയന്തരമായിട്ട് ഇപ്പം ഈ സംഭവിച്ച ദുരന്തം പിന്നെ ആളുകളെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യാം, പിന്നെ അതിന് ദുരന്തത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ ശാശ്വതമായി ഇത് പരിഹരിക്കേണ്ടത് എങ്ങനെയെന്നാണ് ആലോചിക്കേണ്ടത്. എല്ലാ വർഷവും മഴ ഉണ്ടാകുമ്പോൾ ഇതുപോലെ പിന്നെ MLA, മന്ത്രി, പഞ്ചായത്ത് പ്രസിഡന്റും റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ അങ്ങ് വരിക, എന്നിട്ട് അങ്ങനെ അടച്ചാൽ പോരല്ലോ. ഇത് ശാശ്വതമായി പരിഹരിക്കേണ്ട വിഷയമുണ്ട്. പ്രത്യേകിച്ച് പഞ്ചായത്തുകൾക്ക് കുറേ കൂടെ ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്. ഇത്തരം മൈനിങ്ങുകളൊക്കെ നടക്കുമ്പോൾ പഞ്ചായത്ത് അറിയണം, പഞ്ചായത്തിൻ്റെ അനുമതി ഉണ്ടാവണം, പഞ്ചായത്തിന് അത് നിഷേധിക്കാനും അത് തടുക്കാനുമുള്ള അധികാരം കൂടെ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായാൽ പിന്നെ ചോദിക്കാൻ റെസ്പോൺസിബിൾ അതോറിറ്റി എങ്കിലും ഉണ്ടാവും. ഇപ്പോൾ ഇത് ആരോട് ചോദിക്കാമെന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് ഈ നാട്ടിലെ ആളുകൾക്കുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പലതരം ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പഞ്ചായത്തുകൾക്ക് കുറേ കൂടെ അധികാരം തിരിച്ചു കൊടുക്കുക എന്നുള്ള ഞങ്ങളുടെ പഴയ വാദത്തിലേക്ക് ഈ കാര്യങ്ങൾ വരികയാണ്. അത് എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് തീർച്ചയായിട്ടും ഗവൺമെൻറ് ആലോചിക്കും. അടിയന്തരം ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ ഈ ആശ്വാസ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ പിന്നെ ഒന്നിച്ച് നിന്നിട്ട് ചെയ്യുക. എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇവിടെ ഉണ്ട്, റവന്യൂ ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞിട്ടുണ്ട്. അവർ അതിൻ്റെ കണക്കുകൾ പെട്ടെന്ന്, നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ വൈകാരികത കാണിച്ച് പോയിട്ട് കാര്യമൊന്നുമില്ല. സർക്കാരിൻ്റെ മുമ്പിൽ വേണ്ടത് കണക്കുകളാണ്, ഈ നഷ്ടത്തെക്കുറിച്ചുള്ള കൃത്യമായ രേഖകളാണ്. അത് പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കും, ഉദ്യോഗസ്ഥരോടെ ഉണ്ട്. പഞ്ചായത്ത് അതിന് സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ ഇപ്പോൾ പറഞ്ഞു, പിന്നെ പ്രസിഡന്റ് പറഞ്ഞു ആരെ വേണ്ടത്, എയ്മാരെ ആരെ വേണ്ടതെന്നൊക്കെ വിട്ടുകൊടുക്കാം. അങ്ങനെ എല്ലാവരും ജനങ്ങളും ഒന്ന് സഹകരിച്ചിട്ട് ഇത് ഡോക്യുമെൻ്റ് ചെയ്യാനുള്ള പ്രാഥമികമായ പണികളാണ് പെട്ടെന്ന് ഇപ്പോൾ ചെയ്യേണ്ടത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സമീറ പുളിക്കൽ, പൂക്കുത്ത് മുജീബ്, മറ്റു റവന്യൂ പഞ്ചായത്ത് അധികൃതർ എന്നിവരും മന്ത്രിക്കൊപ്പം പ്രദേശത്ത് എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് MTN ന്യൂസ്.